ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നൊരു കാര്യം നമ്മുടെ ഡാഷ് ക്യാമിൻ്റെ ഹാർഡ്വെയർ കിറ്റാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഹാർഡ്വെയർ കിറ്റ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹാർഡ്വെയർ കിറ്റ് ഫിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഹാർഡ്വെയർ കിറ്റ് ഫിറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ്. ആരൊക്കെയാണ് അല്ലെങ്കിൽ ഏത് വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരു ഹാർഡ്വെയർ കിറ്റ് ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ടും ഉപയോഗിച്ചിരിക്കേണ്ടതെന്ന് ഉള്ളതിനെക്കുറിച്ചും ഞാൻ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം എൻ്റെ വാഹനത്തിൽ ഡാഷ് ക്യാം ഉണ്ട്, ഞാനൊരു ഹാർഡ്വെയർ കിറ്റ് യൂസ് ചെയ്യണം, ഈ ഒരു സംശയം പൊതുവേ എല്ലാവരുടെ മനസ്സിലുള്ളൊരു കാര്യമാണ്. ഇന്ന് നമുക്കൊരു ക്ലാരിറ്റി കൊണ്ടുവരാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Tech Explore. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു ഹാർഡ്വെയർ കിറ്റ് എന്ന് പറയുമ്പോൾ ഈ 2 പാക്കറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ആദ്യം തന്നെ ഈ ഒരു പാക്കറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. കുറേ സെറ്റ് ഓഫ് വയേഴ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഇവിടെ ഇപ്പം കുറേ വയർ കാണുമ്പോൾ നിങ്ങൾ ആദ്യം ഞെട്ടിപ്പോകുമായിരിക്കും, എന്തിനാ ഇത്രയേറെ വയർ? ഇതൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ പിന്ന്, അതായത് നമ്മുടെ ഫ്യൂസിൻ്റെ പിന്ന് ഏതാണെന്ന് നോക്കിയിട്ട് അത് കണക്ട് ചെയ്യാനുള്ള കറക്റ്റ് കണക്ടർ എടുത്താൽ മാത്രം മതി. കണ്ടോ, അപ്പം ഇത്രയും വയേഴ്സാണ് ഇതിൽ വരുന്നത്. ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 വയറിൻ്റെ ആവശ്യം മെയിനായിട്ട് വരുന്നുള്ളൂ. ഏതായാലും ഇതിനകത്ത് കുറച്ച് ഫ്യൂസും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി മറ്റേ ബോക്സും കൂടെ ഒന്ന് നോക്കാം. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ഹാർഡ്വെയർ കിറ്റാണ്. ഈ കിറ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. നല്ല പാക്കിംഗ് ആണ് കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. തുറന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു കവറും പിന്നെ ഒരു യൂസർ മാനുവൽ പോലെ വരുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇവനിങ് എടുക്കാം. യെസ്, ഇവിടെ നമുക്കൊരു അഡാപ്റ്റർ കാണാൻ സാധിക്കും, ചെറിയൊരു അഡാപ്റ്റർ. ഇവിടെ നമുക്കൊരു B ടൈപ്പ് കേബിൾ കാണാൻ സാധിക്കും. ഇവിടെ 3 വയേഴ്സും കാണാൻ സാധിക്കും. കാരണം ACC എന്ന് എഴുതിയിട്ടുണ്ട്. ഈ യെല്ലോ ലൈൻ അത് നമ്മുടെ കീ ഓൺ ചെയ്യുമ്പോൾ ACCയുടെ ലൈനിൽ കൊടുക്കാൻ വേണ്ടി. സാധാരണ യെല്ലോ ലൈനാണ് നമ്മുടെ മെയിൻ ബാറ്ററി എന്നുള്ള ലൈൻ കൊടുക്കുന്നത്, പക്ഷേ ഇത് ACC ആണ് കൊടുക്കേണ്ടത്. ഇവിടെ റെഡ് VCC എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതായത് മെയിൻ പവർ, എപ്പോഴും പോസിറ്റീവ് പവർ വന്ന് നിൽക്കേണ്ടത് ലൈനാണ്. ബ്ലാക്ക് വരുന്നത് കോമൺ എർത്താണ് വരുന്നത്. അപ്പോൾ ഇത്രയും ലൈൻസ് കണക്ട് ചെയ്യണം. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫ്യൂസ് മാത്രമല്ല, നമുക്കൊരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഫ്യൂസ് കേസ് അഴിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് അത് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂസ് കേസ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫ്യൂസ് കേസ് വരുന്നുണ്ട്, അതല്ല വാഹനത്തിനകത്ത് എവിടെയാണ് ഫ്യൂസ് കേസ് വരുന്നത്, അതായത് ACC അങ്ങനത്തെ ഫ്യൂസുകളൊക്കെ വരുന്നത് എവിടെയാണെന്ന് നോക്കുക. സെലീറോയുടെ ഈ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ താഴത്തെ ഈ പാനൽ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കവർ ഊരിയെടുക്കാൻ സാധിക്കും. ഒരു ഫ്യൂസിൻ്റെ കവറാണ്. അപ്പോൾ ഈ ഫ്യൂസിൻ്റെ കവറിൽ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ടെയിൽ ലൈറ്റിൽ മിക്കവാറും ഒരു 99% വാഹനങ്ങളും ടെയിൽ ലൈറ്റിലോട്ട് എപ്പോഴും കറണ്ട് പോകുന്നുണ്ടായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ വാഹനത്തിൽ കയറി ബ്രേക്ക് ചെയ്താൽ പോലും താക്കോലൊക്കെ ഓഫ് ആയിരിക്കുന്ന കണ്ടീഷനിൽ പോലും നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ലൈറ്റ് കത്തും. അങ്ങനെയാണെങ്കിൽ ടെയിൽ ലൈറ്റിൻ്റെ അവിടുന്ന് നമുക്ക് ഈ ഒരു ഫ്യൂസിൻ്റെ, അതായത് ഡയറക്റ്റ് ബാറ്ററി കണക്ഷൻ എടുക്കാൻ സാധിക്കും. പിന്നെ വരുന്നത് ACC ആണ് വരുന്നത്. ACC 15, അതായത് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇവിടെ 15 എന്ന് കണ്ടാലും നമ്മുടെ അവിടെ 15 ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മാറ്റി കിട്ടിയിട്ടുണ്ടെങ്കിലും ആകാം. അന്നേരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഓരോന്ന് എണ്ണി നോക്കുക. അതായത് സ്റ്റോപ്പിൻ്റെ 10, 30 എല്ലാം ഒന്നിച്ച് മാറാൻ സാധ്യതയില്ല. 1, 2, 3 നമുക്ക് നോക്കുമ്പോൾ 4ാമത്തെ മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കുക ഇന്നത് തന്നെയാണ്. അതായത് 1, 2, 3 4ാമത് വരുന്നതാണ് നമ്മുടെ ACC എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റിങ് അറ്റത്ത് വരുന്നതാണ് ടെയിൽ ലൈറ്റ്. അപ്പോൾ 10 ആംപിയറിൻ്റെ ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് മെയിൻ ലൈൻ, അതായത് നമ്മുടെ റെഡ് ലൈനിലോട്ട് എടുക്കാം, യെല്ലോ ലൈൻ നമ്മുടെ ACC നിന്നും എടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏതായാലും നമുക്ക് ഈ 2 ലൈനിൽ നിന്ന് കണക്ഷൻ ഒന്ന് എടുക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഫ്യൂസ് കണക്ട് ചെയ്യേണ്ടത് കൊണ്ടൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. താഴെ ആയതുകൊണ്ട് അത് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനിവിടെ മേളിലുള്ള ഫ്യൂസിൽ നിന്നും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇതുപോലത്തെ ചെറിയ ഫ്യൂസുകളാണ് നമ്മുടെ വാഹനത്തിലുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഫ്യൂസ് ഞാനൊന്ന് ഊരി കാണിക്കും. ഈ 30 ഞാനിപ്പോൾ ഇങ്ങോട്ട് ഊരുകയാണ്. യെസ്, ഓക്കെയാണ്. നമുക്കിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് നമുക്ക് കറക്റ്റ് കണക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെയും കണക്റ്റ് ആവും നോക്കണം. ഇവിടെ ഇച്ചിരി ബുദ്ധിമുട്ട് കാണിക്കുമായിരിക്കും. യെസ്, പറ്റും, കുഴപ്പമില്ല. ഇതുപോലെ നമ്മുടെ വാഹനത്തിൽ ഫിറ്റ് ചെയ്യാം. ഇനി ഇതല്ല, ഈ ഒരു ഭാഗത്ത് കയറാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാലിൽ നീളം കൂടിയ മോഡൽ ഇവിടെ അവൈലബിൾ ആണ്. കണ്ടോ, ഇതിങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ ഓപ്ഷനുണ്ട്. കണ്ടോ, ഇങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് 2 ഫ്യൂസ്, അതായത് നമ്മൾ അവിടെ നിന്ന് ഊരുന്ന ഒരു ഫ്യൂസ് ഉണ്ടല്ലോ, ആ ഒരു ഫ്യൂസ് എവിടെ കണക്ട് ചെയ്യുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഈ താഴത്തത് അവിടെ വരുന്ന ഫ്യൂസും മേളിൽ വരുന്ന ഇതിലോട്ട് പോകുന്ന, അതായത് ഈ ലൈൻ എടുക്കുന്ന ഫ്യൂസുമാണ്. അങ്ങനെ 2 ഫ്യൂസും നമുക്ക് ഇവിടെ തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ വയറിൻ്റെ ഈ അറ്റം 2 ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം, കാരണം ഇതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു കപ്ലർ ഇടണമെങ്കിൽ കപ്ലർ ഇടാം. നിലവിൽ നമുക്കിത് നോർമലായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്ത്, ഓക്കെ, ഇതിൻ്റെ വയർ ഞാൻ സ്ലീവ് ചെയ്യാണ്. ഓക്കെ, ആ വയർ 2 സ്ലീവ് ചെയ്ത്. ഇനി നമുക്കിവിടെ വരുന്ന യെല്ലോ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ACC ആണ്. അപ്പം ACCയുടെ ലൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇനി ഇവനെ നന്നായിട്ട് നമുക്കൊന്ന് ഇൻസുലേറ്റ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഞാനത് കണക്ട് ചെയ്തിട്ടുണ്ട്. യെല്ലോ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ACC ആണ്, റെഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന VCC അഥവാ നമ്മുടെ മെയിൻ ബാറ്ററിയുടെ ലൈൻ വരുന്നത് നമ്മുടെ ബ്രേക്കിൻ്റെ ഇതിലോട്ട് ഞാൻ പറഞ്ഞതുപോലെ ബ്രേക്കിൻ്റെ ഫ്യൂസ് ഊരിയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒരു നെഗറ്റീവ് ലൈനാണ് വരുന്നത്, അതായത് ബോഡിയിലോട്ട് കൊടുക്കാൻ വേണ്ടി. ഇതൊന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു കണക്ടർ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് ഇത് 2 ഓപ്ഷൻസ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ബോഡിയിൽ വരുന്ന ലൈൻസ് കൊടുത്തിരിക്കുന്ന അവിടെ തന്നെ നട്ടൊന്ന് ലൂസ് ചെയ്തിട്ട് നേരെ അതിൽ ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്താലും മതി. ഈ ഒരു സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ, ഒരു ക്ലിപ്പോ അല്ലെങ്കിൽ ഒരു കണക്ടർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ കുറച്ചുകൂടെ ഒന്ന് പ്രാക്ടിക്കലായിട്ട് നല്ല രീതിക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കണക്ഷൻ കൂടെ കൊടുത്തു. അതെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് സ്ലീവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇൻസുലേഷൻ ടേപ്പ് വെച്ചാണ് സ്ലീവ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫിറ്റിംഗ് കൂടെ ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് നോക്കാം. നമ്മുടെ ഫ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്, അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങ് അറ്റത്തുള്ള 10 നമ്മുടെ ബ്രേക്കിൻ്റെ ലൈൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ 2 ഫ്യൂസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്നത് 5ൻ്റെ ഫ്യൂസാണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഊരുന്നത് 10 ആംബിയറിൻ്റെ ഒരു 15 ആംബിയറിൻ്റെ സൈഡിൽ നിന്നാണ് ഊരുന്നത്. അപ്പോൾ 15ൻ്റെ ഒരു ഫ്യൂസ് ഇട്ടിട്ടുണ്ട്, 10ൻ്റെ ഒരു ഫ്യൂസ് ഇട്ടിട്ടുണ്ട്. 2 5ഉം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഡാഷ് ക്യാമിന് വേണ്ടുള്ളതാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ക്യാമറയിലോട്ടുള്ളത് മാത്രം നമുക്ക് അടിച്ചു പോകത്തുള്ളൂ. അതുകൊണ്ട് മറ്റത് അവിടെ തന്നെ കാണും, വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതായിരിക്കത്തില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എർത്തിൻ്റെ പോയിന്റും മറക്കരുത്. ഇത് ഈ കണക്ട് ചെയ്യുന്ന രീതിക്ക് ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് കാണത്തക്ക രീതിയിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ കയറി ഇരുന്ന് ചെയ്യുന്നത്. അല്ലാതെ പുറത്തുനിന്ന് ചെയ്യാം, എന്നാലും ഒരു പെർഫെക്ഷൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് മാത്രം ചെയ്യിക്കുക. പിന്നെ നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു കണക്ടർ ഇവിടെ താഴെ തന്നെ മേളിൽ എവിടെയെങ്കിലും നല്ല വൃത്തിയായിട്ട് സൗണ്ടൊന്നും ഉണ്ടാക്കാത്ത രീതി ടാഗ് ചെയ്തതിന് ശേഷം ഈ ഒരു വയറ് ഞാൻ ഇതിലെ, അതായത് ഈ സൈഡ് വഴി നേരെ മേളിൽ കൂടെ വന്ന് ഇതിലേ കൊണ്ടുവന്ന് ഇതിലേ ഇങ്ങനെ കൊടുത്ത് ഇങ്ങോട്ടാണ് ഞാൻ കൊണ്ടുവയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ആ സൈഡ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിലോട്ട് ചെയ്യാണ്. കൃത്യമായിട്ട് ഞാൻ ആ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതൊരു പെട്ടെന്ന് ഞാനൊന്ന് ചെയ്തു പോട്ടെ. അപ്പം ഞാൻ ഈ ലൈൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാണ്. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ലൈൻ ഇവിടെ നിന്ന് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലത്തെ ക്യാമറയുടെ ലൈനും ഞാനിവിടെ കണക്ട് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇത് വർക്കിംഗ് ആണ്, പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് വർക്കിംഗ് ആയിട്ട് നമുക്ക് തോന്നാറില്ല. എന്നാൽ ഞാനിവിടെ ഈ കീ ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നോക്കിക്കോണം, ഞാൻ കീ കണക്ട് ചെയ്തു, ACC മാത്രം ഓൺ ചെയ്തു. ACC ഓൺ ചെയ്ത സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാം, നോക്കിക്കോണം എന്താ കാണിക്കുന്നതെന്ന്. ഞാൻ ഒന്നുകൂടെ കീ ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, കീ ഓഫ് ചെയ്തു. അന്നേരം കാണിക്കുന്നതും കൂടെ ശ്രദ്ധിച്ചോണം. കണ്ടോ, ഇപ്പം ടൈം ലാപ്സിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഡാഷ് ക്യാം ഈസ് കണ്ടിന്യൂസ്ലി റെക്കോർഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായിട്ടത് പറയുകയും ചെയ്തു. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഈ വാഹനം റെക്കോർഡ് ചെയ്യുകയെന്ന് നമ്മൾ അറിയത്തേ ഇല്ല. കാരണം ഇതിപ്പം ഓഫ് കണ്ടീഷൻ തന്നെയാണ് നിൽക്കുന്നത്. കണ്ടോ, വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിപ്പോൾ ഒരു ഓഫ് കണ്ടീഷനാണ്. അതുകൊണ്ട് ഇവിടെ ഒരു റെക്കോർഡിങ് നടക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് തോന്നും. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വേറെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഇത് ആരും അറിയത്തില്ല നമ്മുടെ ഒരു വാഹനത്തിൽ ഇങ്ങനെ ഒരു റെക്കോർഡിങ് നടക്കുന്നുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സൈഡിലൊരു ലൈറ്റ് കത്തുന്നതാണ്, അത് ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നക്കാരനാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ സെൻസ്, ആരെങ്കിലും ഇത് നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് അവിടെ ലൈറ്റ് കത്തുന്നുണ്ട്, എന്തോ സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അല്ലാത്ത പക്ഷം സ്ക്രീൻ ഓണോ കാര്യങ്ങളൊന്നും ആകത്തില്ല. ഇനി ഞാനിത് പറഞ്ഞ പോലെ ആരൊക്കെയാണ് ഈ ഒരു ഡാഷ് ക്യാമിൽ ഈ പറയുന്ന പോലെ ലൈൻ യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഡെയിലി ഡ്രൈവ് ഉള്ള ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഇത് ഫിറ്റ് ചെയ്യാം. ഇനി റോഡിലൊക്കെ പാർക്ക് ചെയ്ത്, അതായത് നിങ്ങൾ നിങ്ങളുടെ വാഹനം റോഡിലൊക്കെ പാർക്ക് ചെയ്താണ് ഇടുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലത്തെ ഒരു സാധനം ഫിറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ഏതെങ്കിലും രീതിക്ക് ആക്സിഡൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ആരാണ് ചെയ്തതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഫ്രണ്ടും ബാക്കും ഒന്നിച്ചാണ് ഇതിൻ്റെ റെക്കോർഡിങ് നടക്കുന്നത്. അത് അത്യാവശ്യ കാര്യം തന്നെയാണ്. അപ്പം ഈ പറഞ്ഞ 2 കാര്യങ്ങൾ മെയിനായിട്ട് എടുക്കുക. പിന്നെ നിങ്ങൾക്കൊരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 16 ദിവസമൊക്കെ കൂടുമ്പോഴേ വാഹനം സ്റ്റാർട്ട് ചെയ്യൂ എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കാരണവശാലും ഈ സാധനം പിടിപ്പിക്കരുത്. നിങ്ങളുടെ ബാറ്ററിക്ക് പണി കിട്ടും, നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് പണി കിട്ടും. ഉടനെ ഒന്നും കിട്ടത്തില്ല. ഇപ്പോൾ പുതിയ ബാറ്ററിയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ 1 വർഷം വരെ ഒരു പ്രശ്നം അറിയത്തില്ല. 2ാമത്തെ വർഷം അല്ലെങ്കിൽ 3ാമത്തെ വർഷം ആകുമ്പോഴത്തേക്ക് മാത്രം നിങ്ങൾക്കൊരു പണി വരത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ഓടുന്നില്ലാത്ത വാഹനമാണെങ്കിൽ വെക്കരുത്. ഇനി വഴി സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വാഹനത്തിൽ അത്യാവശ്യമുണ്ട് ഇത് വെച്ചേ പറ്റൂ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 5 ദിവസം അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 10 ദിവസം കൂടുമ്പോഴെങ്കിലും വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 കിലോമീറ്റർ ഓടിച്ചു കൊണ്ടിട്ടോണം ആ ബാറ്ററി ഒന്ന് ചാർജ് ആകാൻ വേണം. അതുകൊണ്ട് ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെച്ചോണം. അങ്ങനെ ഇപ്പം നമ്മൾ ഈ സൈഡെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് ഇനി ബാക്കിയുള്ള സാധനമൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈൻ തൽക്കാലത്തേക്ക് ഞാനൊന്ന് ഊരിയിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു ലൈൻ കണക്ട് ചെയ്ത് ഇതിപ്പോൾ റെക്കോർഡിങ് നടക്കുന്നുണ്ട്. നമ്മൾ പക്ഷേ അറിയുന്ന പോലുമില്ല ഈ ഒരു ലൈറ്റ് ഇല്ലാതെ. ഈ ലൈറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ റെക്കോർഡിങ് നടക്കുന്നുണ്ടെന്നുള്ളത് ജസ്റ്റ് നമ്മൾ അറിയുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ഒരു കാരണവശാലും അറിയത്തില്ല. ഇനി ഞാൻ കീ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാണ്. അന്നേരം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്നുകൂടെ നോക്കിയേക്കാം. എന്താ ഞാൻ ഒന്നുകൂടെ കീ ഓൺ ചെയ്തു.
ആസ് ഇറ്റ് ഈസ് നമ്മുടെ റെക്കോർഡിംഗ് കണ്ടോ, ടൈം ലാപ്സ് റെക്കോർഡിംഗ് മോഡ് ഓഫായി. അതിനുശേഷം നമ്മുടെ സാധാരണ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ കീ ഓഫ് ചെയ്ത് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. ശ്രദ്ധിച്ചോണം. About to enter time-lapse recording mode. Dash cam is continually recording. യെസ്, അപ്പം ടൈം ലാപ്സിലോട്ട് പിന്നെയും കൺവേർട്ടായി. ഇനി കണ്ടിന്യൂസ്ലി റെക്കോർഡ് ചെയ്യാൻ പോകുന്നു എന്നാണ് അവിടെ നിന്ന് നമ്മൾ കേട്ടത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.